ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യം. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ധൂർത്തപുത്രൻ പറയുന്ന വാക്കുകൾ അല്ലെ. പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കാതെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് സമ്പത്ത് ശേഖരിച്ച് കടന്നു പോകുന്ന ധൂർത്തപുത്രനെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഇഷ്ടംപോലെ സമ്പത്തുമായിട്ട് സ്നേഹം മനസ്സിലാക്കാതെ അകന്നുപോയ ഒരു മകൻ, അവന്റെ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ച് കടന്നു വരികയും എല്ലാം നശിപ്പിക്കുക അല്ലെ. ഈ സമ്പത്തുള്ളപ്പോൾ ഇഷ്ടംപോലെ പേര് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ സമ്പത്ത് മുഴുവൻ നശിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അവന്റെ ജീവിതത്തില് അവന് ആരുമില്ലാതെ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഒരു പന്നിക്കുഴിയില് ചെന്നെത്തുന്ന സാഹചര്യം, അത്രയേറെ പരിതാപകരമായ ഒരു സാഹചര്യത്തിലേക്ക് അവൻ വീഴുകയാണ്. ഈ പന്നിക്കുഴിയിൽ കിടന്നുകൊണ്ട് അവൻ പറയുന്ന വാക്കുകൾ, അതെ ഞാൻ എൻ്റെ പിതാവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ഒരു തിരിച്ചു നടത്തുക. കാരണം പിതാവായ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാതെ നമ്മളും ഒത്തിരിയേറെ പാപങ്ങൾക്ക് അടിമപ്പെട്ട് ബലഹീനതകളില് വീണ് ജീവിച്ചു കടന്നു പോകുന്ന വ്യക്തികളാവുന്നുണ്ട്. സ്നേഹം മനസ്സിലാക്കുന്നില്ല. പിതാവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാതെ ആ സ്നേഹത്തിൽ നിന്നകർന്ന് ലോക സുഖങ്ങളുടെ പിന്നാലെ ഓടിപ്പോയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ നോമ്പുകാലം എന്ന് പറയുന്നത് ഒരു തിരിച്ചു നടത്തും. ഒന്ന് തിരിച്ചറിയാൻ പറ്റണം. എൻ്റെ ജീവിതത്തില് എനിക്ക് വന്നുപോയ പോരായ്മകൾ തിരിച്ചറിയാൻ പറ്റണം. തിരിച്ചറിയുമ്പോൾ ആ പന്നിക്കുഴിയിൽ കിടക്കേണ്ട വ്യക്തികളല്ല നമ്മൾ, മറിച്ച് തിരിച്ച് നടക്കാൻ പറ്റണം. പിതാവ് എന്നെ നോക്കി കാത്തിരിക്കല്ലേ. ഈ ധൂർത്തപുത്രന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പിതാവ് തിരിച്ചു കാത്തിരിക്കുന്നത്. എൻ്റെ വരവ് പ്രതീക്ഷിച്ച് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം കാത്തിരിപ്പുണ്ട്. പക്ഷെ പിതാവിന്റെ സന്നിധിയിലേക്ക് തിരിച്ച് നടക്കുക എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അതാണ് എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തില് ഞാൻ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. ചില വഴക്കദോഷങ്ങളിൽ ഞാൻ വീണു പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കേണ്ട വ്യക്തിയല്ല ഞാൻ. അവിടെ നിന്ന് തിരിച്ചെഴുന്നേക്കാനായിട്ട് സ്നേഹമുള്ളവരെ നമ്മൾ തന്നെ തീരുമാനമെടുക്കണം. അവിടെ ഒരിക്കലും ദൈവമല്ല തീരുമാനമെടുക്കുന്നത്, നമ്മൾ തീരുമാനമെടുക്കണം. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ബലഹീനതകൾ തിരിച്ചറിഞ്ഞ് ആ പാപത്തിൽ നിന്ന് തിരിച്ചു നടക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചാൽ എന്നെ സ്വീകരിക്കുന്ന, എന്നെ കരുതുന്ന എൻ്റെ ദൈവമുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റണം സ്നേഹമുള്ളവരെ. അതുകൊണ്ട് ഈ നോമ്പുകാലം നമ്മുടെ ഒരു തിരിച്ച് നടത്തമാകട്ടെ. ഈ ധൂർത്തപുത്രന് ഒരു ബോധ്യം വന്നത് അല്ലെ, അവന്റെ മനസ്സിലൊരു ബോധ്യം വന്നത് പിതാവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകാം. ഈ ഒരു ബോധ്യം സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമുക്കും ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവാം. നമ്മുടെ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് നമുക്ക് എഴുന്നേക്കാം. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായ മനസ്താപത്തോടെ പാപങ്ങൾ ഏറ്റുപറയുവാനായിട്ട്, നഷ്ടപ്പെടുത്തിയ ദൈവപുത്രസ്ഥാനം വീണ്ടെടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ വിശുദ്ധരായി ജീവിക്കുവാനായിട്ട്, അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.